എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ഹലോ ഗൈസ്, അതെ ഞാനിപ്പോ ദയാസുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാസുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസർ. ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി, അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല അവർക്ക് സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണ്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെഷ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യാന്നുള്ള പ്രയോഗം നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവൾ പോയിട്ട് അവൾ ചെയ്ത വൃത്തികേടിനെ മറിക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരു ഇരിപ്പിരിക്കും 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 3 പേരെ കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പലർക്കും അറിഞ്ഞൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. നിലവിൽ എന്റെ അറിവിൽ തന്നെയുള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവർ 2018 മുസ്ലിംസിനെ അഗേൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2022 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞു. അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞു ഒക്കെ. എനിക്കറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം പിടിച്ച് വെച്ച് അവർക്കെതിരെ FIR ഇട്ടു. ലാസ്റ്റ് നടക്കുന്ന ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദയാസുജിത്ത് എവിടെയാണ് പഠിച്ചത് നമുക്കൊന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കി. പൊളിമോഡ ഈസ് വൺ ഓഫ് ഇറ്റലീസ് ലീഡിംഗ് ഫാഷൻ സ്കൂൾ. അത് ഇറ്റലിയിലെ ലീഡിംഗ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാഷൻ സ്കൂളാണ്. ബേസ്ഡ് ഓൺ ഫ്ലോറൻസ് ആൻഡ് ഈസ് നോൺ ഫോർ എൻകറേജിങ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എ സ്ട്രോങ് പേഴ്സണൽ ക്രിയേറ്റീവ് ഐഡൻറ്റിറ്റി റാദർ ദാൻ ഫോളോയിങ് എ സിംഗിൾ ഹൗസ് സ്റ്റൈൽ. അത് പല ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്തിട്ടുള്ള പല ഫോട്ടോസാണ്. എനിക്ക് ഇതിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കാനുണ്ട്. ഈ ഫോട്ടോ കണ്ടാൽ അപ്പം ഷെഫീനത്ത എന്തോ പറയും? ഇതുപോലെ പല ഫോട്ടോസ് കിടപ്പുണ്ട്. ഇതുപോലെ പല ഫോട്ടോസ് ഉണ്ട്. ഇത് അവരവിടെ പഠിച്ചതാണ്. അപ്പം ആ സ്റ്റൈലിനനുസരിച്ചുള്ള രീതിയിലുള്ള പോസ്റ്റുകളെ അവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ BCom പഠിച്ചപ്പോൾ എനിക്ക് അക്കൗണ്ടിൻ്റെ ജോബേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. പഠിച്ച പ്രൊഫഷണൽ എന്താണോ അത് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഫസ്റ്റ് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. മൈൻഡ് ഒന്ന് ചെറുതൊന്ന് ക്ലിയർ ആക്കിക്കൊന്ന് മനസ്സിലാവും. ഇനി അവിടെ typically characterized associated with the Polymoda fashion style include avant-garde and experimental, Italian craftsmanship, concept-driven design,
മിനിമൽ യെറ്റ് എക്സ്പെൻസീവ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താ? പുരോഗമിച്ച് ഇങ്ങനെ സ്ട്രോങ് ഇൻഡിവിജ്വാലിറ്റി, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഗ്രാജുവേറ്റ് ഓഫൻ ഡ്രോൺ ഇൻസ്പിറേഷൻ ഫ്രം, ഇത് ഇൻസ്പിറേഷൻ അയക്കുന്ന സിനിമയെന്നും മ്യൂസിക്കിൽ നിന്നും ഒക്കെയാണ്. ഇത് ലക്ഷറീസ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ്, ആർട്ടിസ്റ്റിക് ആണ്, ഫ്യൂച്ചർ ഫോക്കസ്ഡും ആണ്. എവിടെ പോയാലും ഈ റാംബോക്കിനൊക്കെ എല്ലാവരും പാരീസിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലോ നമ്മൾ, തോര സിനിമയ്ക്കകത്ത് കാണത്തില്ല. എപ്പോൾ നോക്കിയാലും എന്തിനാ ചേട്ടാ എപ്പോൾ பார்த்தாலும் இந்த ന്യൂസ് தான் பார்க்குறேன், അന്നെ ഫാഷൻ ചാനൽ பார்க்கலாமா പറഞ്ഞിട്ട് കാർത്തി ചാനൽ മാറ്റുന്നു. അപ്പം റാംബോക്കിന് വരുന്ന ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോഴും അവൻ ചോദിക്കുന്നു, இந்த மாதிரி പെണ്ണുങ്ങളെ എங்கே பார்க்க முடியுമണ്ണാ എന്ന് ചോദിക്കുന്നത്. അതുപോലെ ഉള്ളൊരു സ്ഥലത്താണ് ഈ പറയുന്ന ദിയ സുജിത്ത് ഇത് പഠിച്ചത്. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക, അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിലൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു ചേർക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ഞാൻ ബികോമിന് പഠിക്കുന്ന സമയത്ത് BA ഇംഗ്ലീഷ് ജേർണലിസം എടുത്ത ഒരു കുട്ടി ഇപ്പം ഫാഷൻ സ്റ്റൈലറാണ്. അവൾക്ക് ഇഷ്ടമുള്ള അവർ പറയുന്ന ഡ്രസ്സ്, ആ രീതിയിലുള്ള ഡ്രസ്സുകൾ, ഇപ്പം നമ്മൾ ദയ സുജിത്തിൻ്റെ കണ്ടതുപോലുള്ള പല ഫോട്ടോസ് ഞാൻ അവളുടേതും കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അത് ലൈക്ക് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്ത് വിടുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നമുക്കെല്ലാവർക്കും അങ്ങനെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി പോലും അങ്ങനെ സ്റ്റൈല് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയുക. ഇത് പുറകെ ചെന്ന് അവരെ ചുമ്മാത് ചൊറിഞ്ഞ് മാന്ത് വാങ്ങിച്ച് അവസാനം കയറി പോയിട്ട് പിന്നെ അയ്യോ എനിക്ക് ഇറങ്ങണേ, ഞാൻ ചാനൽ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. ദിയ സുജിത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat days calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഇറങ്ങിയപ്പോ ഫുള്ള് കാണാത്തതൊന്നും എനിക്ക് പ്രത്യേകിച്ച് വില ഉണ്ടായിരുന്നു. സത്യം പറയുന്നത് കാലിന്റെ അടിയിൽ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷെ then I later came to know that this was affecting, yes, it was affecting എൻ്റെ മാനേജ്മെന്റ് തീരുണ്ടായിരുന്നു. But they were also busy with their life. They were like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep the flowers alive. This makes more sense. I don't want to put my energy on that. I'm not calling that a human. That is something else. That is where I'm going ജീവിയാണ്. Anyway, അത് പറഞ്ഞേ എന്താ പറഞ്ഞേ I don't want to put my energy. I'm coming to know after 2-3 days that a lot of other women have been also. അത് പറഞ്ഞേ എന്താ പറഞ്ഞേ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women have been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ സാധനം. അപ്പോ അത് കാരണം അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര. A lot of other women have been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ സാധനം. അപ്പോ അത് കാരണം അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, പല വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കാനാമ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. 8% of the people are with her. Whatever she said is true. അങ്ങനെയൊക്കെ നടക്കുന്ന
വേണം എന്ന് പറയുന്നവർ, that's their thing. The thinking that the community itself is like, okay, but agreeing with her, whatever she's saying, that's എനിക്കൊരു പേര് സത്യം പറയാം. എനിക്കൊരു അന്ത ഷോക്കുണ്ട്, എനിക്ക് പേടിയാണ്. ആൻഡ് അവരുടെ ഇതിനൊരു 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം നല്ല പറയുന്നത് ഇറ്റ്സ് ഫൈൻ. I can take care of myself. It's fine. I have people to take care of me also. But that was not right. എനിക്ക് പറയുള്ളൂ. ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല കേട്ടോ. But I've noted people down. Like, it is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they had mentioned. So in the future, I can ഇട്ട് കൊടുക്കാം. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് ഗോ. ഞാൻ എത്ര വലിയ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയർലൈനിൽ ചിലപ്പോൾ വലിയ എയറിൽ പോകുമായിരിക്കും. It's my first time in air, guys. എനിക്ക് നിങ്ങളെല്ലാം അനുഗ്രഹം വേണം. കാരണം ഞാൻ കുറച്ച് ഒന്ന് അനുഗ്രഹിക്കും. അമ്മേനെ അനുഗ്രഹം ഒന്നിലുണ്ട്. അച്ഛൻ ബിസിയായിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മമ്മ അനുഗ്രഹമാണ് കിട്ടും. മക്കളെ സാധനം വരും. ഞാനാണെങ്കിൽ പോലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. എനിക്കന്ന് ആ സമയത്ത് അവരുടെ നമ്പർ ഇട്ട് തരുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ട് എനിക്ക് നമ്പർ ഇട്ട് തന്നു. പക്ഷെ ഞാൻ സഹായിച്ച ആ സ്ത്രീ അവളുടെ അഡ്രസ്സ് അറിയാം എന്നിട്ട് പോലും അവരെന്നെ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം പോലും എനിക്ക് പോയില്ല. കാരണം ആ രീതിക്കായിരുന്നു എന്നെ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഇവരെന്നെ യൂസ് ചെയ്യുമായിരുന്നു എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാലക്കലമ്മായും അത് തന്നെയാണ് കാണിച്ചത്. എന്നെ മുന്നേ നിർത്തിക്കൊണ്ട് അവർ കളിക്കുക. അങ്ങനെ ഇപ്പോൾ കളിക്കണ്ടെന്ന് തന്നെ വെച്ചാൽ അതുകൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുള്ള പല വോയിസുകളും എല്ലാം ഞാൻ എടുത്തിട്ടതിൻ്റെ മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെയാണ്. കാരണം കൂടെ നിന്നിട്ട് കാല് വാരുന്ന ഐറ്റങ്ങളാണെന്ന് എനിക്ക് അന്നത്തോടെ മനസ്സിലായി. പക്ഷെ ഷെഫീനയുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു പരാമർശം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ പല വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ചിലതൊക്കെ എല്ലാം നമുക്ക് യോജിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ അല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാലും പക്ഷെ ഇത്രയേറെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഞാൻ വെറും എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ജസ്നയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം. പക്ഷെ അതിനെക്കാട്ടിലും ഏറ്റവും മോശമായിപ്പോയി ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രം. ഇപ്പം ഇങ്ങനൊരു സ്ത്രീയോടാണോ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ത്രീയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തത് എന്നൊരു തോന്നൽ. അത് മാത്രമല്ല, ഇത്ര വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന കുറേ മനുഷ്യജീവികൾ എങ്ങനെ പറ്റുന്നു? അവരുടെ ആ ഒരു സപ്പോർട്ട് അത് ഭയങ്കരം തന്നെ. എന്നത്തേതാ എപ്പോഴത്തേതാ ഒന്നും അവർക്കും അറിയണ്ട. ഇനി ഒരു വാർത്തയും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.